എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? മീനു ജോയി പറഞ്ഞായിരുന്നു ഞാൻ ഈ ഓണത്തിന് ഈ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ട് പറയാൻ ചേച്ചി എന്നൊക്കെ. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇന്ന് ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇഞ്ചിപ്പുളി ഞാൻ ചിലപ്പം കൊച്ചുള്ളി ചേർത്ത് ഉണ്ടാക്കുമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ല. പിന്നെ കൂടുതൽ ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. അത് ഞാൻ കൊച്ചുള്ളി ചേർക്കാഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. കൊറിയർ ഇങ്ങനെ അയക്കണം, അതുകൊണ്ട് അത് 2 ദിവസമൊക്കെ ഇരുന്ന് പന്നലാവുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ചേർക്കാൻ ഞാൻ കൊച്ചുള്ളിയും ഇഞ്ചിയുടെ കൂടെ കൊച്ചുള്ളിയും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റി അങ്ങനെ ഉണ്ടാക്കാം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ. ചിലർ ആ ഇഞ്ചി വറുത്തിട്ട് അരച്ച് ചേർക്കും. എന്നാലും കുറച്ചുകൂടെ കൊഴുപ്പൊക്കെ കിട്ടി നല്ലൊരു ഇതിൽ ഇരിക്കും. അത് ഓരോരുത്തരുടെയും താല്പര്യം പോലെ ചെയ്യാം. പിന്നെന്താ, പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. പിന്നെ പ്രൈസമ്മോൻ രാത്രി എന്തോ പറഞ്ഞ ചേച്ചി അവൻ കാണാതെ വീഡിയോ എടുത്ത് ഇടണേന്ന്. അവൻ കാണാതെ ഞാൻ എടുക്കുന്നത്. അവൻ കണ്ടാൽ പിന്നെ എടുക്കത്തില്ല. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? ചിരിക്കും, തന്നെത്താൻ കാര്യം പറയും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും. അതനുസരിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്ന എനിക്ക് എഡിറ്റ് ചെയ്ത് ഒത്തിരി സമയമാവും. അന്നേരമൊക്കെ ഒരു 11-12 മണിയുള്ള ആ സമയമാണ്. എല്ലാവരും ചിന്തിക്കും, നാട്ടിലുള്ളവർക്ക് ഈ സമയത്തൊക്കെ ഇവരെന്ത് എടുക്കുവാന്ന്. ഇവിടൊക്കെ ആ സമയത്ത് ചിലപ്പോൾ ആൾക്കാർ നടക്കാൻ പോകുന്ന കാണാം. അപ്പച്ചനും പ്രൈസനും കൂടെ അവനവിടുന്ന് ചൂയിങ്കം അവിടെ ഇരുന്നു പോൾമോൻ കൊണ്ടുവന്നേ കണ്ട. അതെടുത്ത് കഴിക്കാതെ അപ്പച്ചൻ പറഞ്ഞു, എടുത്ത് അതൊന്നും വായിടായിരിക്കും. അപ്പച്ചൻ അറിയത്തില്ല എന്തുമായിരുന്നു എന്നുള്ളത്. പിന്നെ ഇനിയൊന്നുമില്ല, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അറിയാൻ വയ്യാത്ത ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബീട്രൂട്ട് പച്ചടിയൊക്കെ കോമണാണ്, എല്ലാവരും ചെയ്യുന്ന. പിന്നെ അറിയാൻ വയ്യാത്ത ചിലരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. അതുപോലെ ഇന്നലെ റിഞ്ചു പറഞ്ഞായിരുന്നു, ചേച്ചി മസാല ഇഡലി ഒന്ന് ഷോർട്ടിലിടണേന്ന്. ഞാൻ ഷോർട്ടിലും മസാല ഇഡലി ഇട്ടിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് നോക്കാൻ ഞാൻ ഷോർട്ടിലും ഉണ്ടെന്ന് മസാല ഇഡലി ഇട്ടിട്ടുണ്ട്. വ്ലോഗിൽ നോക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ വേറെ ഏതോ ചാനലിൽ പോയി നോക്കിയെന്ന് പറയുന്നത്. കുറേ തത്തകൾ കിടന്ന് ചിലയ്ക്കുക. പക്ഷെ ഞാൻ നോക്കിയ ഉടനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയ ഉടനെ എന്തുവാ, തെങ്ങിൻ്റെ മണ്ട ഓലയ്ക്കകത്ത് കയറിയിരിക്കുക. എനിക്കിങ്ങനെ കുനിഞ്ഞ് ഇതിൻ്റെ അകത്തൂടെ നോക്കാം, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര കുറേ എണ്ണം ഇരിപ്പുണ്ടാവും ഇങ്ങനെ ഓലയ്ക്കകത്ത്. എന്തോ ചിലപ്പോൾ ഇപ്പോൾ ഒരു 7 മണി ആകാറായിട്ടുണ്ട്. ഓക്കെ. പിന്നെ എല്ലാവരുടെ ഓണമൊക്കെ എവിടെ വരെ ആയി? എല്ലാവരും ഓണത്തിൻ്റെ അച്ചാറിടലും പുളിയിഞ്ചി ഉണ്ടാക്കലിൻ്റെയൊക്കെ ധൃതിയിലും ബിസിയിലും അല്ലേ. അതുകൊണ്ട് വീഡിയോ പോലും ആരും കാണുന്നില്ല. ഇനി ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ ദോശ ഉണ്ടാക്കുന്നത്. ദോശയും പിന്നെ അവന് കൊണ്ടുപോകാനായിട്ട് ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സാമ്പാറും ഇരിപ്പുണ്ട്, ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൊട്ടുകടലയുണ്ടല്ലേ, അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ പൊട്ടുകടല നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ. എൻ്റെ അറിവിൽ, എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് തോന്നിയത് പേസ്റ്റ് പോലെ അരയ്ക്കുന്നതിനേക്കായി പൊട്ടുകടല ഒരു ഇച്ചിരി ഒത്തിരി പേസ്റ്റ് പോലെ അരയ്ക്കാത്തയാണ് നല്ല. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, സവാളയാ, കൊച്ചുള്ളിയാണെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ചായക്ക് തേയിലവെള്ളം തിളയ്ക്കുന്നുണ്ട്. പാലവിടെ കാച്ചാൻ വെച്ച് ഇഡലി പാത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഈ 4 സ്റ്റൗവും കൂടെ ഒരുമിച്ച് കത്തിക്കുമ്പം എനിക്കൊരു വീഡിയോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്നാളെ അയച്ചു തന്ന്. ഈ അയച്ചു തന്നത് ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയാണ്. ഇതുപോലെ 4 സ്റ്റൗ കൂടെ ഒരുമിച്ച് കത്തിച്ചോണ്ടേ അതിൻ്റെ ഗ്ലാസ് പൊട്ടിത്തെറിച്ചെന്നൊക്കെ. അതിൽ പിന്നെ ഞാൻ എന്നും ഈ ഗ്യാസ് 4 കൂടെ കത്തിക്കുമ്പോൾ ഇത് ഓർക്കും. ആ വീഡിയോ കണ്ടേ പിന്നെ കഴിവതും ഞാൻ 4 കൂടെ ഒരുമിച്ച് കത്തിക്കത്തില്ല.
ഉള്ള ഈ 4 സൈഡിൽ നിന്നുള്ള ചൂട് ചിലപ്പം ഗ്ലാസ് താങ്ങാൻ പറ്റാഞ്ഞ് പൊട്ടിയതായിരിക്കാം. ചിലാന്നെല്ലാം കൂടെ പൊട്ടിയെന്ന് പറയുന്നു. അപ്പം ഞാനിവിടെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് മുരിഞ്ഞ പിന്നെ ദോശ എനിക്കും ഉണ്ടാക്കി, ചമ്മന്തിയും കൂടെ. ഞാനില്ല ധൃതിക്ക് എന്തോ ആദ്യം തേങ്ങായും ഇതും അരച്ചിട്ട് പിന്നെ പൊട്ടുകടല പേസ്റ്റ് ആക്കാതെ അരയ്ക്കാതെ ഇച്ചിരി തരിതരിപ്പോടെ അരച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാനങ്ങ് ഇട്ട് എന്തോ ചില സമയത്ത് നമുക്ക് പെട്ടെന്നില്ല ധൃതി, രാവിലെ ധൃതിയായി ചെയ്ത്. ഇന്ന് മുതൽ കൊച്ചവനും സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ സ്കൂൾ 2 പേർക്കും ഓപ്പണായി. അപ്പോൾ അങ്ങനെ ആയെണ്ണ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയി. ഒരു ഇച്ചിരി കൂടെ തേങ്ങ അരയ്ക്കാമായിരുന്നു. അപ്പം സാമ്പാറുണ്ട്, അത് ഞാൻ എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു പെട്ടെന്നൊരു മുട്ടത്തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇന്നലെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ 10-20 എണ്ണം അകത്ത് വെച്ചിട്ട് ബാക്കി വെളിയിൽ വരുമെന്ന്. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് മുട്ടത്തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ മസാല ഇഡ്ഡലി ഉണ്ടാക്കി അതേ പാനിൻ്റെ അകത്താണ് ഉള്ളി ഇട്ടത്. കടുകൊന്നും അങ്ങനെ വറുത്തില്ല. അതിൻ്റെ അകത്ത് ആ മസാല മാത്രമാണ്, ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ അകത്ത് തന്നെ ഉള്ളി ഇട്ടൊന്ന് വഴറ്റി. അപ്പം കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ഇച്ചിരി ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബുർജിയല്ല, ഒരു തോരൻ പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 സവാളയൊക്കെ ഇങ്ങനെ, അത് ഒത്തിരി അങ്ങ് വഴന്നിട്ടില്ല, അതിൻ്റെ പച്ചപ്പ് കുറച്ചൊന്ന് പോയതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല മസാല ഇഡലി ഉണ്ടാക്കിയ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുമന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ വെളുത്തിരിക്കും. മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ചേർക്കും പേരിന് വേണ്ടി, അല്ലാതെ ചുമന്നിരിക്കുന്നതല്ല ഈ തോരൻ. അപ്പോൾ ആ മസാല അത്രയും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ അതിൻ്റെ അകത്തോട്ട് തന്നെ കുറച്ച് കടുകുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആ ഇഡലിക്കകത്ത് നമ്മൾ ഇടുവല്ലേ. അപ്പോൾ അവന് കൊച്ചിന് കൊടുക്കാൻ നേരം ഞാൻ ആ ഇഡലിക്കകത്ത കടുകിനെ എല്ലാം എടുത്ത് മാറ്റി ഇങ്ങനെ തവി കൊണ്ട് മാറ്റിയിട്ടാണ് അവന് കൊടുത്തത്. അപ്പോൾ ആ കടുക് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എക്സ്ട്രാ കടുക് ഇട്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ മുട്ടയെല്ലാം ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇച്ചിരിയൊന്ന് അടച്ചു കൊടുത്ത് പിന്നെ ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ഇഞ്ചിപ്പുളിയുടെ സെപ്പറേറ്റ് വീഡിയോ ഇന്നലെ രാവിലെ എങ്ങാണം സെപ്പറേറ്റ് ഇടാമെന്ന്. പക്ഷേ ഒരു വിധത്തിൽ എനിക്ക് ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഈ ഗണപതിയെ കൊണ്ടുപോകുന്ന ദിവസമായിരുന്നെന്ന്. അപ്പോൾ 11:30 വരെ ഇവിടെ ഈ സൗണ്ട് അതിനെ കൊണ്ട് ഒഴുക്കി കഴിഞ്ഞിട്ടും വന്ന് ഇവിടെ ഇവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് നോർമൽ ഇടുന്ന വ്ലോഗ് എങ്ങനെയും ഞാൻ എഡിറ്റ് ചെയ്ത് 12:30 ആയിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടത്. പിന്നെ ഇതുകൂടെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ദിവസം നാളെ ഇഞ്ചിപ്പുളിയുടെയും ബീട്രൂട്ടിൻ്റെയും കൂടെ ഇടാമെന്ന് വെച്ച്. അപ്പോൾ തോരനൊക്കെ ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു. ഇപ്പം നമ്മുടെ തോരനൊക്കെ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി, ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇപ്പോൾ തോരൻ റെഡിയായി. ഇതിവിടെ ഇവർക്കൊക്കെ ചപ്പാത്തിക്ക് ഇവർക്കൊക്കെ ഇതിഷ്ടമാണ്. പക്ഷേ ബീട്രൂട്ട് പച്ചടി ഉണ്ടല്ലേ, അതിവിടെ ഞാനും ഡാഡിയുമേ കൂട്ടത്തുള്ളൂ. വേറെ ആരും പ്രൈസനും ഞാൻ ചിന്തിച്ചെന്നാൽ ആ കൊച്ചനയിലും കൂട്ടുവന്നു. ഇഞ്ചിപ്പുളിയും അത്ര പ്രോൾമോൻ അത്ര താല്പര്യമില്ല. പക്ഷേ ഞാൻ ചപ്പാത്തിക്ക് വേണമെങ്കിലും അതും കൂട്ടി കഴിക്കുമായിരുന്നു. അവൻ അത്ര അങ്ങോട്ട് താല്പര്യപ്പെട്ടിട്ടില്ല. അവൻ ടേസ്റ്റ് നോക്കിയിട്ട് എന്നോട് പറഞ്ഞെന്ന് തോന്നുന്നു ഇത് രസത്തിൻ്റെ കൂട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ ഞാൻ പറയടാ ഇതൊക്കെ നല്ല ഇടാ കഴിക്കടാന്ന്. 2 പേർക്കും പച്ചടി ഇഷ്ടപ്പെട്ടില്ല, അവർ കഴിക്കത്തില്ല. പിന്നെ ഞാൻ കൂടുതൽ അതിപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടിയും പോയി, അത്രയും ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ മുട്ടത്തോരൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം രാവിലത്തെ എല്ലാം ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാനെല്ലാം സോപ്പിട്ട് വെച്ചതാണ്, ഇനിയും കഴുകിയെടുത്താൽ മതി. ഇന്ന് രാവിലെ തുണിയൊക്കെ അങ്ങ് ഇട്ടിട്ട് രാവിലെ അങ്ങ് തുണിയിട്ട്, അപ്പോൾ അതെല്ലാം അങ്ങ് വിരിച്ച് ഇട്ടു. അതിന് ശേഷമാണ് പിന്നെ ഈ മുട്ടത്തോരനൊക്കെ വെച്ചത്. ബീട്രൂട്ട് പച്ചടി വെക്കാനായിട്ട് നല്ല പഴുത്ത നല്ല കളറുള്ള ബീട്രൂട്ടാണ് നല്ലത്. അപ്പം ഞാനെടുത്തത് കണ്ടോണേ എനിക്ക് തോന്നി കളറുണ്ടെന്ന്. നല്ല വലിയ ബീട്രൂട്ട് എടുത്തില്ല, പക്ഷേ അത് അത്ര കളറില്ലായിരുന്നു കറി വെച്ചോണ്ടേ. അപ്പം ഞാനിത് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നോക്കിയോണ്ടേ 195 ഗ്രാം ഉണ്ട്. എനിക്ക് ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ പിള്ളേരൊന്നും കൂട്ടത്തില്ലെന്ന്. പക്ഷേ ഇച്ചിരി കൂടെ കുറച്ച് മതിയായിരുന്നു. അപ്പോൾ തൊലിയോടെ ആകുമ്പോൾ ഒരു 200 ഗ്രാം ഉണ്ടായിരുന്നേക്കാം. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ. പക്ഷേ എടുക്കുമ്പോൾ നല്ല കളറുള്ളതാണെങ്കിൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് തിളപ്പിച്ച് വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെക്കട്ടെ, കുറച്ചേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. എന്നിട്ട് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം വേണ്ട, ഒരു അരക്കപ്പ് വെള്ളം എങ്ങാനും ഒഴിച്ച് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് ആദ്യം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കടുക് ചേർക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട്, ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ കടുക് അരയണ്ട, ഒരു 2 പ്രാവശ്യം കറക്കാം. ബീറ്റ്റൂട്ടൊക്കെ ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരപ്പ് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ അരപ്പ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ, അരപ്പൊന്ന് വെന്ത് വരട്ടെ, തേങ്ങയുടെയൊക്കെ പച്ചച്ചവ പോണേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒത്തിരി വെള്ളം ആക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ആദ്യം എടുത്തു. അതൊന്ന് നന്നായി വിസ്കും കൊണ്ട് ഉടച്ച്, അപ്പോൾ അത് തൈര് എടുക്കുമ്പോൾ പുളി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് എടുക്കണം. ഞാൻ വീണ്ടും ഇത് അധികം പുളിയില്ലാത്ത തൈരായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് ടോട്ടൽ 5 ടേബിൾ സ്പൂൺ തൈര് ഞാനിങ്ങനെ ഉടച്ചതിൽ ചേർക്കുന്നുണ്ട്. തൈര് ചേർക്കുന്നതിന് മുമ്പിട്ട് ഞാനങ്ങ് തീ ഓഫാക്കി, കാരണം ചട്ടിയാണല്ലോ ഇത്, നല്ല ചൂടിൽ ഇരിക്കുക. ഇപ്പോൾ ഇത് ഞാൻ ഓഫാക്കിയിട്ടും അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കണം, ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. വീണ്ടും ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കി ഒരു 30-40 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തത്. തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ചൂടിൽ ഇങ്ങനെ കിടക്കുക. ആ ചൂടിലൊന്ന് നന്നായി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർക്കണേ. എല്ലാവർക്കും ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതെന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഈ പച്ചടിയൊക്കെ. എനിക്ക് ആദ്യമൊക്കെ ഈ കടുകിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് ആ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ, കടുക് നന്നായി അങ്ങ് അരയുവാണെങ്കിൽ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് ഞാനത് പറഞ്ഞാൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക് കടുക്. അതുകൊണ്ട് ആ തേങ്ങ നന്നായി പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം കടുക് ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് അരപ്പ് നന്നായി പേസ്റ്റ് പോലെ അരയണം. കണ്ടില്ലേ അതിൻ്റെ കളറ്, ആദ്യം കളറില്ലാത്ത ബീട്രൂട്ടായിരുന്നു ഇത്. അപ്പോൾ ലാസ്റ്റ് നമുക്കിതിലേക്ക് ഇപ്പോഴും തീ ഓഫാക്കിയിട്ടേക്കോ, ഞാൻ പിന്നെ തീ ഓണാക്കാൻ പോയില്ല, കാരണം ചട്ടിയുടെ ചൂടിൽ ആ തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. അഥവാ ചട്ടി അല്ലാത്ത പാത്രമാണെങ്കിൽ തൈര് ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനലിൽ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.